ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അത്തപ്പൂക്കളിടുന്ന ദിവസമാണ്. അപ്പോൾ ഓണം സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അത്തപ്പൂക്കളിടാൻ പോവുകയാണ്. പണ്ടൊക്കെ ചാണകം മെഴുകിയിട്ടാണ് അത്തപ്പൂക്കളിടുന്നത്. ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ മഞ്ഞൾ ഒന്ന് നിലത്ത് പൂക്കളിടുന്ന സ്ഥലത്തൊന്ന് തടവിയിട്ടാണ് ഞാൻ അത്തപ്പൂക്കളിടുന്നത്. അത് ഫസ്റ്റ് ഡേ തുമ്പക്കുടം വെച്ചിട്ടാണ് ഇടുന്നത്. തുമ്പപ്പൂ വെച്ചിട്ട് പൂവായിട്ട് എടുക്കാൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തുമ്പ അങ്ങനെ തന്നെ മുറിച്ച് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തുമ്പപ്പൂവിന് പകരമായിട്ട് ഞാൻ വെളുത്ത ക്രൈസാന്തം, ജമന്തിയോ വെന്തിയോ അങ്ങനെ പറയുന്ന പൂവില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇന്ന് ഇടുന്നുള്ളൂ. ഫസ്റ്റ് ഡേ വളരെ കുറച്ച് ഇടുള്ളൂ. നടുക്ക് ഞാനൊരു തുളസി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ വെന്തി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിന് ചുറ്റും ഞാൻ തുമ്പ ഇട്ട് കൊടുക്കും. ഈ തുമ്പയൊന്നും ഇവിടെ കിട്ടാനില്ല. ഞാനിത് പാലാരിവട്ടത്തുനിന്ന് മേടിച്ചതാണ്. അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നു അത്തപ്പൂക്കൾ ഇടാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത്തപ്പൂക്കളെ ഇട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കും എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അതെ, ഇനിയിപ്പോൾ നാളെ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട്. ഞാനിങ്ങനെ തുമ്പക്കുട ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുത്തു. അത് 2-3 പൂക്കളും ഉണ്ട് കേട്ടോ, തുമ്പപ്പൂവും ഉണ്ട്, തീർത്തും ഇല്ലായ്കയില്ല. പക്ഷേ എനിക്ക് കിട്ടിയതനുസരിച്ച് വളരെ കുറച്ച് തുമ്പപ്പൂവേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഓണപ്പൂക്കളം ഇട്ട് കഴിഞ്ഞു. എനിക്കിങ്ങനെയൊക്കെ ഇടാൻ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു. പണ്ടൊക്കെ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്ത് പൂക്കളമൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അത് എൻ്റെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി എനിക്കിതിൽ കുറച്ച് ഞാൻ ഡെക്കറേഷൻ കൂടെ ആഡ് ചെയ്തു. കുറച്ച് രംഗോളി ഇട്ട് കൊടുത്തു. അതായത് നമ്മുടെ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഇട്ടത്. അതിന് കൈവച്ചിടാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.